ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മനുഷ്യ കൂട്ടക്കൊലയാണ് സുഡാനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 50,000-ലധികം പേരെയാണ് അവിടെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ നിരവധി വീഡിയോകൾ നമ്മൾ സുഡാനിലെ കൂട്ടക്കൊലയുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ ഇക്കാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഉള്ളലയ്ക്കുന്ന ഒരു വീഡിയോ എന്തെന്നാൽ അവരത് കൊന്ന് രസിക്കുകയാണ്. അതായത് പോയിന്റ് ബ്ലാങ്കിൽ ഓരോരുത്തരും മരിച്ചു വീഴുമ്പോഴും അവരുടെ മുഖങ്ങളാണ് നമ്മളെ ഏറ്റവും വലിയ വിഷമിപ്പിക്കുന്നത്. അതായത് ചുട്ടുപൊള്ളുന്ന വെയിലില് തോക്കിൻ മുനയിൽ നിൽക്കുമ്പോഴും അവര് പറക്കല്ലിന്മേലാണ് മുട്ടൂത്തി നിൽക്കുന്നത്. എങ്കിൽ പോലും അവരുടെ മുഖത്ത് ഭയമില്ല, വിഷമമില്ല, ദേഷ്യമില്ല, ഒരു പരിഭ്രാന്തിയും അല്ലെങ്കിൽ ഒരു സമാധാന ചിത്തതയോടെയാണ് അവർ നിൽക്കുന്നത്. അതായത് മരണത്തിലൂടെ ഈ കൊടിയ പീഡനത്തിൽ നിന്ന് രക്ഷ നേടാമല്ലോ എന്ന് കരുതിയാണ് അവരുടെ മുഖഭാഗം അങ്ങനെയാണ് നമുക്ക് തോന്നാറ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഉറപ്പായും സംവദിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. സോ എല്ലാവർക്കും ഗൗതം റിയാക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതേപോലുള്ള സാമൂഹികവും ആനുകാലികമായ ടോപ്പിക്കുകൾ സംസാരിക്കാം നമുക്ക് ഈ വീഡിയോയിലൂടെ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സുഡാനിൽ ഇപ്പം നടക്കുന്ന സാമൂഹികവും രാഷ്ട്രീയപരമായ അതേപോലെ തന്നെ ലോകത്തിന്റെ കാഴ്ചപ്പാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യലംഘനവും അതൊക്കെയാണ്. അതേപോലെ തന്നെ ഇത്തരം മനുഷ്യലംഘനത്തോട് ലോകത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്, ഇതൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കൂടെ തന്നെ സുഡാനിലെ ഹിസ്റ്ററി വളരെ ലളിതമായ രീതിയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഉള്ളടക്കത്തിലേക്ക് വരാം. ഇവിടെ ഗാസയ്ക്ക് വേണ്ടി നിലവിളി കൂട്ടിയവർ, ശബ്ദിച്ചവർ, പോർ വിളിച്ചവർ, സംഘം കൂടിയവർ, അതേപോലെ മീൻസ് വെച്ചവർ, ചാനൽ ചർച്ചകൾ നടത്തിയവർ, ഡിബേറ്റ് നടത്തിയവർ, രാഷ്ട്രീയ സമ്മേളനങ്ങൾ, ഇതെല്ലാം ഇവിടെ കഷ്ടം തന്നെ. കാര്യം ഇതാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഗാസയ്ക്ക് വേണ്ടി ബഹളം വെച്ചവരുടെയും അവരുടെയൊക്കെ അജണ്ട, അതേപോലെ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം വേറെ തന്നെയാണ്. ന്യൂനപക്ഷ വോട്ട് നേടുക, മതപ്രീണ നേടുക, അതേപോലെ തന്നെ മതപരമായ ഒരു ഹ്യൂമാനിറ്റി ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരുടെ മുമ്പിലേക്ക് വിതറി ഒരു വർഗീയത കൊണ്ടുവരിക, ഇതൊക്കെയാണ് അവരുടെ ഒരു അജണ്ട. അതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ഗാസയിലെ ജനങ്ങൾക്കുള്ള അനുകമ്പ കൊണ്ടോ അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങൾ കൊണ്ടൊന്നും അല്ല അവർ ഈ കിടന്ന് നിലവിളിക്കുന്നത്. അതായത് ഗാസയിലുള്ളതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നുണ്ട്, പട്ടിണി മൂലം മരിക്കുന്നുണ്ട്, നരഹത്യ ചെയ്യുന്നുണ്ട്, അതേപോലെ സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്, സാധാരണ ആൾക്കാരെ ഇതേപോലെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അങ്ങനെ പല നരഹത്യകളും നടക്കുന്നുണ്ട്. ഇതിനെതിരെ പ്രതികരിക്കുന്ന, അതായത് ഗാസയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെ ഒന്നും ഇതിനായിട്ടൊന്നും കാണുന്നില്ല. അവരൊന്ന് ശബ്ദിക്കുക അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, സ്റ്റാറ്റസ്, സമ്മേളനങ്ങൾ, ചർച്ചകൾ, ഇതൊന്നും കാണുന്നില്ല ഞാൻ. അതിനെതിരെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇല്ല, ക്യാപ്സ്യൂൾസ് ഇല്ല, പ്രൈം ഡിബേറ്റ്സ് ഇല്ല, പൊതുസമ്മേളനങ്ങളില്ല, യോഗങ്ങളുമില്ല. വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. ഇതൊന്നും സൂചിപ്പിക്കാതെ വീഡിയോയുടെ ഉള്ളടക്കത്തിലേക്ക് വരാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഉള്ളടക്കത്തിലേക്ക് വരാം. സുഡാനിലെ നിലവിലെ പ്രശ്നങ്ങൾക്കുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സ്വർണം എന്ന ഒരു ധാതു സ്വത്ത്, അതേപോലെ തന്നെ 3 ഭരണാധികാരികളുടെ അധികാരത്തിന്റെയും അതേപോലെ ആർത്തിയുടെയും ഒരു കുടിപ്പകയുടെയും ഒരു കഥയുടെ ബാക്കി പത്രമാണ് സുഡാനിലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നരഹത്യ. സുഡാൻ എന്ന രാജ്യം സ്വർണത്തിന്റെയും അതേപോലെ എണ്ണയുടെയും അധിക ധാതു സ്വത്തുള്ള ഒരു രാജ്യമാണ്. ഒമർ അൽ ബാഷിർ എന്നൊരു ഏകാധിപതി ഭരിച്ചിരുന്ന ഒരു രാജ്യം. അതായത് അഴിമതിയും അതേപോലെ തന്നെ കൊടിയ പീഡനങ്ങളും എല്ലാം അവിടുത്തെ ജനത നേരിട്ടിരുന്ന ഒരു കാലം. സുഡാനിൽ ഒരു 75% അറബ് വിഭാഗക്കാരാണെങ്കിൽ ഒരു 25% നോൺ അറബ് വിഭാഗക്കാരായിരുന്നു. അപ്പോൾ നോൺ അറബ് വിഭാഗക്കാരോടുള്ള അമിതമായ അതേപോലെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. അവർക്ക് മേലെ കൊടിയ പീഡനങ്ങൾ കൂടിക്കൂടി വരുന്ന സ്ഥിതിക്ക് പ്രക്ഷോഭങ്ങൾ കൂടുതലായിട്ട് പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ ഇത്തരം പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഒമർ അൽ ബാഷിർ തൻ്റെ സൈന്യമായ സുഡാൻ ആർമഡ് ഫോഴ്സ്, അതായത് SAF, അവരെ ഉപയോഗിക്കാതെ ചില ഗോത്രവർഗക്കാരെ ഉപയോഗിക്കാൻ തുടങ്ങി. അത് അടിച്ചമർത്താൻ വേണ്ടി മാത്രം. അതൊരു അറബ് ഗോത്ര വംശമാണ്, ജൻ ജവാദ് മിലീഷ് എന്നാണ് ആ ഒരു വിഭാഗക്കാരെ പറയുന്നത്. ഇത്തരം ജൻജാവിദ് മിലീഷുകളെ കൊണ്ട് പ്രക്ഷോഭങ്ങൾ ക്രൂരമായി അടിച്ചമർത്തുകയും അതേപോലെ നരനായിട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധിയൊക്കെ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഒമർ അൽ ബാഷിറിന് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷമാണ് സുഡാൻ 2ആയിട്ട് വിഭജിക്കുന്നത്. അങ്ങനെ 2 വ്യത്യസ്ത രാജ്യങ്ങളായി സൗത്ത് സുഡാൻ എന്ന പേരിൽ വേറൊരു രാജ്യം കൂടി ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഒമർ അൽ ബാഷിർ തന്റെ ഏകാധിപതി ഭരണവും അഴിമതിയൊക്കെ തുടർന്നു. അങ്ങനെ കുറെ നാൾക്ക് ശേഷം തന്നെ ഈ പ്രക്ഷോഭങ്ങളിൽ നിന്ന് രക്ഷിച്ച അറബ് ഗോത്ര വംശക്കാരെ
അവർ ഒഫീഷ്യലി ഒരു ആംഡ് ഫോഴ്സ് ആയിട്ട് പ്രഖ്യാപിച്ചു. അതാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ്, RSF എന്നുള്ളത്. ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ, അതായത് മൃഗീയമായ കൊലപാതക പരമ്പര, അതേപോലെ നരനായാട്ട്, ഇതൊക്കെയാണ് അവരുടെ ഒരു രീതികൾ എന്ന് പറയുന്നത്. അതൊരു കൊടൂരമായ ഒരു ആംഡ് ഫോഴ്സ് ആയിരുന്നു RSF എന്നുള്ളത്. ഹമെറ്റി എന്ന് പറയുന്ന ആളാണ് അതിന്റെ ജനറലായിരുന്നത്. എന്നാൽ കാലത്തിന്റെ കാവ്യനീതി എന്ന പോലെ തന്നെ ഈ RSFും SAFും നമ്മുടെ സുഡാനിലെ ഏറ്റവും വലിയ ദാസത്വമായ സ്വർണത്തിൽ കണ്ണു മഞ്ഞളിച്ചിട്ടാണ് ഇതിന്റെ ഒമർ അൽ ബാഷറിനെതിരെ തിരിയുന്നതും അവിടെ ഭരണം അട്ടിമറിക്കപ്പെടുന്നതും. അങ്ങനെ SAFന്റെയും RSFന്റെയും മേധാവികൾ ജനങ്ങളെ മുൻനിർത്തി ഒമർ അൽ ബാഷറിന്റെ ഭരണം അട്ടിമറിച്ചു പുതിയൊരു ഭരണം കൊണ്ടുവരികയാണ് ചെയ്തത്. ആദ്യം ഒരു മിലിറ്ററി സിവിലിയൻ ഭരണമായിരുന്നെങ്കിലും പിന്നീട് ഇതിൽ സിവിലിയനെ തട്ടിക്കളഞ്ഞിട്ട് മിലിറ്ററി ഭരണമായി മാറുകയും ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം സ്വർണവും അഴിമതിയും ഇതെല്ലാം കാരണം തന്നെ RSFിലെയും SAFിലെയും അധികാരികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായി മാറുകയാണ് ഉണ്ടായത്. ഈ കാലഘട്ടത്തിലാണ് ഈ രണ്ട് മേധാവികളും അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് ഇടം നേടുകയും സ്വർണവും അധികാരത്തിന്മേലുള്ള ഒരു ആർത്തിയും ഇവർ രണ്ടുപേരെയും ശത്രുക്കളാക്കുകയും അവർ തമ്മിൽ ഏറ്റുമുട്ടുകയും കൂടുതലും ഭൂപ്രദേശങ്ങൾ നരനായിട്ട് നടത്തിയായിട്ടാണെങ്കിലും പിടിച്ചെടുക്കുകയും അതിലെ ധാതുസ്വത്ത് സ്വന്തമാക്കാനും അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിനുവേണ്ടി കൂട്ടക്കൊലകൾ പലതും നടത്തി. ഏറ്റവും കൂടുതൽ പൈശാചികവും മൃഗീയവുമായിട്ടുള്ള കൂട്ടക്കൊലകൾ നടത്തിയത് RSFന്റെ നേതൃത്വത്തിലായിരുന്നു. അവർ സാധാരണക്കാരായ നോൺ അറബ് വിഭാഗത്തിലുള്ളവരെ നരനായിട്ട് നടത്തുന്നു, അതേപോലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, പട്ടിണിക്കിട്ട് കൊല്ലുന്നു, അതേപോലെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നു, പീഡിപ്പിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ എല്ലാവരെയും കൊന്നിട്ട് ജഡങ്ങൾ കൂട്ടിയിടുന്നു. ആ വീഡിയോയൊക്കെയാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും സാറ്റലൈറ്റ് പിക്ചേഴ്സ് വഴിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സുഡാനിൽ അന്താരാഷ്ട്ര മീഡിയയ്ക്ക്, അത് മാത്രമല്ല സുഡാനിലെ മീഡിയയ്ക്ക് വരെ വിലക്കുകളുണ്ട് ഈ പ്രദേശങ്ങളിലേക്ക് കടക്കുന്നതിനും അതേപോലെ ന്യൂസ് വെളിയിലേക്ക് പോകുന്നതിനും. പക്ഷേ അതിൽ ചില വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാര്യം അതിലെ ചില തലവന്മാർ അവർക്കതെന്തോ നേട്ടം പോലെയൊക്കെയാണ്, അല്ലെങ്കിൽ അവർക്കെന്തോ അഭിമാനം പോലെയാണ് ഈ കൊല്ലുന്നയൊക്കെ വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്നത്. അതായത് അവിടെ നടക്കുന്ന സുഡാനിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു 1% മാത്രമേ വെളിയിൽ വരുന്നുള്ളൂ. അത് തന്നെ ഇത്രയും ഭീകരത ഉണർത്തുന്ന ഒരു കാര്യമാണ്. ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നമ്മൾ കണ്ടേക്കുന്നത് ശവകൂമ്പാരങ്ങളും അതേപോലെ ചോരക്കളവുമാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇത്രയും ദൂരത്ത് നിന്ന് ഹൈറ്റിൽ നിന്ന് എടുക്കുന്ന ഒരു സാറ്റലൈറ്റ് പിക്ചറിൽ ഇത്രയും വ്യക്തമായിട്ട് ചോരക്കളങ്ങൾ കാണണമെങ്കിൽ എന്തോരം ശവകൂമ്പാരങ്ങളും ചോരക്കളവുമാണ് അവിടെ ഉള്ളത് എന്ന് നിങ്ങൾക്ക് അതിന്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു ഹാഷ്ടാഗ് വീഴുന്നില്ല, അതേപോലെ ഒരു ക്യാമ്പയിൻ വരുന്നില്ല, മാധ്യമ ശ്രദ്ധ വരുന്നില്ല. ഇവിടെയും മരിച്ചു വരുന്നത് മനുഷ്യരാണ്, സാധാരണക്കാരാണ്. രണ്ട് സംഘടനാ തലവന്റെ ആർത്തി കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 2023 തുടങ്ങി ഇപ്പൊ 2 കൊല്ലത്തോളം ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ഇത്രയും നീണ്ടുപോകുന്നതിന് ഒരു പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് സ്വർണം തന്നെയാണ്. അവിടുത്തെ ധാതുസ്വത്തായ സ്വർണം തന്നെയാണ്. കാര്യം ഈ ഒരു സ്വർണം നേടാനായിട്ട്, അതായത് പല അയൽ രാജ്യങ്ങളും ഇതിനെ ഇവരുടെ ഈ സംഘടനകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളെ സഹായിക്കുക, പകരമായിട്ട് ഈ സ്വർണം കൊടുക്കുക. അപ്പൊ ഈ സ്വർണത്തിൽ നിന്നുള്ള ലാഭം വേണ്ടിയിട്ടാണ് ഈ അയൽരാജ്യങ്ങൾ ഈ പ്രക്ഷോഭങ്ങൾ നിലനിർത്തി പോകുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടില് ചില പ്രത്യേകതരം ഒരു മതസ്നേഹികളുണ്ട്, അല്ലെങ്കിൽ മനുഷ്യസ്നേഹികളുണ്ട്. അവർക്ക് ഈ മതപരമായ ഒരു മനുഷ്യസ്നേഹം കൊണ്ട് മാത്രമാണ് ഈ ഗാസയ്ക്ക് വേണ്ടി വിലപിക്കുന്നത്. ഈ സുഡാനിന് വേണ്ടി വിലപിക്കാൻ അവർക്ക് സമയമില്ല. അവർക്കൊന്നും ഈ സുഡാനിൽ നടക്കുന്നതൊന്നും ഒരു വിഷയമല്ല, അവിടെ മരിച്ചു വരുന്നതൊന്നും കുഞ്ഞുങ്ങളല്ല. എനിക്ക് അവരോട് പറയാനുള്ളത് പുച്ഛം മാത്രമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരം മതപരമായ മനുഷ്യസ്നേഹം ഇന്നത്തെ ജനറേഷനിൽ കുത്തിവെക്കാതിരിക്കുക. ദയവ് ചെയ്ത്. നിങ്ങൾ കണ്ടില്ലേ മതവും അധികാരവും ജാതിയും സ്വർണ്ണക്കൊതിയും കൊണ്ട് ഒരു രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതേപോലെ നമ്മുടെ രാജ്യത്തിനെയും നിങ്ങൾ മാറ്റരുത്. അത്രയും എനിക്ക് പറയാനുള്ളൂ എന്ന് അഭ്യർത്ഥിക്കാനുള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ചുരുക്കുന്നു. ഇതേപോലെയുള്ള സമകാലീനയും സാമൂഹികമായ വിഷയങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതിനുവേണ്ടി എനിക്ക് പ്രചോദനമായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. അതുവരയ്ക്കും ബൈ.